ഹായ് ഫ്രണ്ട്സ്, ഹോപ്പ് ഓൾ ഓഫ് യു ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും നല്ല ജോബ് ഉള്ളപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുന്ന മന്ത്ലി നല്ല സാലറി കിട്ടുന്നുണ്ട്, അപ്പം എന്തുകൊണ്ട് നമ്മൾ സേഫ് ആണെന്നാണ്. ശരിക്കും അത് സേഫ് തന്നെയാണോ? കാരണം ആ ഒരു സാലറിയിലാണ് നമ്മുടെ ഹോൾ ഫാമിലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ആ ഒരു സാലറി കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കുറച്ചൊക്കെ നമുക്ക് സേവ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഡിപ്പെൻസ് ഓൺ സാലറി, അല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു സാലറി അല്ലെങ്കിൽ ആ ഒരു ജോബും കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് ലോങ് നമുക്കത് സെക്യൂറാണ്, നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ല എന്ന്. ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ഗവൺമെൻറ് ജോബാണ്. നമുക്ക് എസ്പെഷ്യലി ഇമിഗ്രൻസ് ആയിട്ട് വരുമ്പം നഴ്സുമാരൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മുടെ റിട്ടയർമെൻറ്റ് വരെ തീർച്ചയായിട്ടും നമുക്ക് വർക്ക് ചെയ്യാം. പക്ഷേ റിട്ടയർമെൻറ്റ് ടൈം എന്ന് പറയുന്നത് അങ്ങ് 60 എബോവ് ആണ്, അല്ലെ 70 വരെയാണ്. അതുവരെ നമ്മൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്കെന്ന് പറയുന്നത് നമ്മളിങ്ങനെ നൈറ്റ് ചെയ്യുന്നു, 12 hour ഷിഫ്റ്റാണ്. അതുപോലെ തന്നെ എന്താ പറയണേ, ചിലപ്പോൾ ഓവർ ടൈം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ഹെൽത്ത് ഇഷ്യൂസിലാണ്. അപ്പം നമ്മൾ ഇതെല്ലാം ചെയ്ത് ഇങ്ങനെ നമ്മുടെ ഹെൽത്തും കാര്യങ്ങളും എല്ലാം ബേൺ ഔട്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സ്വയം തോന്നും, ഈശ്വര ഇത് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോവില്ല. പക്ഷെ എന്നാലും ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ ഹോൾ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരൊറ്റ സോഴ്സ് ഓഫ് ഇൻകമിലാണ്, അല്ലേ? കാരണം തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും ഇമിഗ്രൻസ് ആണെങ്കിൽ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നുണ്ടാകും. പക്ഷെ ആരെങ്കിലും ഒരാൾ ജോബ് ചെയ്യാൻ പറ്റാതെ വന്നാൽ മതി, തീർന്നു. നമുക്ക് പിന്നെ ആ ഒരു എവിടെയാണ് നമ്മൾ റിസൈഡ് ചെയ്യുന്നത് അവിടെ നമുക്ക് നിന്ന് പോകാൻ പറ്റില്ല. കാരണം രണ്ടുപേരും ജോലി ചെയ്താലേ നമുക്ക് ഇമിഗ്രൻസ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്, നമുക്ക് എപ്പോഴും ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വേണം. എസ്പെഷ്യലി ഒരു പ്ലാൻ ബി എന്ന് പറയുന്നത് വളരെയധികം എസെൻഷ്യലാണ്. ഇൻ കേസ് നമുക്ക് മുമ്പോട്ട് ആ ജോബുമായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേറൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ വളരെ എന്താ പറയണേ, ഈവൻ എത്ര അസുഖം വന്നിട്ടാണെങ്കിലും അല്ല എന്ത് കാര്യം വന്നിട്ടാണെങ്കിലും നമുക്ക് വളരെ എന്താ പറയണേ വിശ്വാസത്തോടെ അല്ലെങ്കിൽ നമുക്ക് വളരെ പേടിയൊന്നും കൂടാതെ സെക്യൂറായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് പ്ലാൻ ബി വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് നമ്മുടെ ഫ്ലെക്സിബിൾ ടൈമിൽ ചെയ്യാൻ പറ്റുന്നതാകുമ്പം ഒന്ന് ട്രൈ ചെയ്ത് കൂടെ? ട്രൈ ഇറ്റ് ഔട്ട്. എന്നെ കോൺടാക്റ്റ് ചെയ്യുക, അല്ല എങ്കിൽ എൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഇൻ യുവർ മെയിൽ ഇറ്റ് സെൽഫ്. ജസ്റ്റ് വാച്ച് ചെയ്യുക. നിങ്ങളുടെ ടൈമിൽ വാച്ച് ചെയ്തതിന് ശേഷം ലെറ്റ് മീ നോ വാട്ട് ഈസ് യുവർ തോട്ട്. താങ്ക് യു സോ മച്ച്.